നമസ്കാരം. കേരളീയത്തിനും ജനസദസ്സിനും പിന്നാലെ ധൂർത്ത് നടത്താൻ ഇതാ മറ്റൊരു പരിപാടി കൂടി സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി അഭിമുഖം. ഒരു പ്രത്യേക പരിപാടി ഇപ്പോൾ ഇതാ വരാൻ പോകുകയാണ്. അതും ആവശ്യം പോലെ പണം പിരിച്ചുകൊള്ളണം എന്ന നിർദ്ദേശമാണ് പാർട്ടി സഖാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സ്പോൺസർമാർ വഴി ആവശ്യം പോലെ പണം ഉണ്ടാക്കിക്കൊള്ളണം പരിപാടിക്ക് എന്നാണ് ചില നിർദ്ദേശങ്ങൾ, ചില ഉത്തരവുകൾ പോലും പൊതുഭരണ വകുപ്പിൽ നിന്നും അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോയി കഴിഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ സ്പോൺസറിങ്, അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകണം. മൈക്ക് സെറ്റ് ഉണ്ടാകണം, LED വാള്, നിരവധി LED വാളുകൾ ഉണ്ടായിരിക്കണം, 10 കോഡ്ലെസ് മൈക്കുകൾ ഉണ്ടായിരിക്കണം, ഭക്ഷണം ഉണ്ടായിരിക്കണം, ചായ ഉണ്ടായിരിക്കണം, ലഘുഭക്ഷണം ഉണ്ടായിരിക്കണം. ഇതെല്ലാം സർക്കാർ പൊതു ഭരണ വകുപ്പിൽ നിന്നും ഉള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും സർക്കാർ പൈസ തരില്ല. നിങ്ങൾ സ്പോൺസർമാരെ കണ്ട് പൈസ ഉണ്ടാക്കിക്കൊള്ളണം. എന്നിട്ട് മുഖ്യമന്ത്രിയെ ഇങ്ങനെ പുകഴ്ത്തി ഉയർത്തി നിർത്തണം. ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല ഇപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നു. പുതിയ ഒരു പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് സംവാദം. അത് സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആൾക്കാരുമായിട്ട് സംവാദിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംവാദിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ എഴുതി കൊടുത്ത് അതിൻ്റെ അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ സർക്കാരിന് ദോഷം വരുന്ന തരത്തിലോ മകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇതൊരു ധൂർത്തായിട്ട് മാറും, മറ്റൊരു ധൂർത്തായിട്ട് മാറും. കാരണം ഈ ജനകീയ സദസ്സും അതുപോലെ കേരളീയത്തിനും സ്പോൺസർമാരെ, ഉദ്യോഗസ്ഥന്മാരെ വിട്ടാണ് സ്പോൺസർമാരെ കണ്ടെത്തിയത്. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, കേരളീയത്തിന് സ്പോൺസർമാരെ കിട്ടിയതിൽ ഏറ്റവും അധികം സ്പോൺസർമാരെ കണ്ടെത്തിയ ഒരു ഉദ്യോഗസ്ഥന് പിണറായി വിജയൻ അവാർഡ് കൊടുത്ത് അഭിനന്ദിച്ചു. അതാരെന്നറിയാമോ? GST കമ്മീഷണറാണ്. GST കമ്മീഷണർ ഏറ്റവും അധികം പണം ഉണ്ടാക്കി കൊടുത്തത് GST കമ്മീഷണറാണ്. സ്പോൺസർമാരെ കണ്ടെത്തിയ GST കമ്മീഷണർ എന്ന് പറയും, അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു. GST കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളിൽ നിന്നും GST കൃത്യമായി അവർ പിരിക്കുന്നുണ്ടോ, തരുന്നുണ്ടോ, അവർ കുടിശ്ശിക വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ആളാണ് GST കമ്മീഷണർ. അങ്ങനെ പരിശോധിക്കേണ്ട ആൾ തന്നെ, നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരൂ, ഞങ്ങളുടെ കേരളീയം നടത്തട്ടെ, നവകേരളീയം നടത്തട്ടെ, ഇനിയിപ്പോൾ ദാ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടത്തട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കും. പക്ഷേ അവർ കൃത്യമായി ടാക്സ് അടയ്ക്കില്ല. നഷ്ടം സംസ്ഥാന സർക്കാരിനാണ്, സംസ്ഥാനത്തിനാണ്. പണം മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പണം കിട്ടും, പക്ഷേ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം കിട്ടില്ല. കാരണം ഉദ്യോഗസ്ഥൻ തന്നെ ചെന്ന് സ്പോൺസർ ചോദിക്കുമ്പോൾ അവർ പിന്നെ എന്താണ്, പിന്നെ ഉദ്യോഗസ്ഥൻ അവരോട് നിങ്ങൾ എന്തിന് കുടിശ്ശിക വരുത്തിയെന്ന് ചോദിക്കാൻ കഴിയുമോ? കാരണം ഞാൻ ചോദിച്ച പൈസ എനിക്ക് തന്നു നിങ്ങൾ, അതെന്തിനു വേണ്ടിയിട്ട്? മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കുടിശ്ശിക തന്നിട്ടില്ല, ഉടനെ നിങ്ങൾക്ക് നോട്ടീസ് നൽകും, പിടിച്ചകത്തിടും എന്ന് ഉദ്യോഗസ്ഥന് പറയാൻ കഴിയുമോ? ഇതാണ് നമ്മൾ കാണുന്നത്. പോട്ടെ, ഞാൻ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി വേണ്ട എല്ലാ വിഭാഗത്തിലും, അതായത് ആദിവാസികൾ ഉണ്ടാകണം, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവണം, സമൂഹത്തിലെല്ലാവരും ഉണ്ടാകണം, വിദ്യാർത്ഥികൾ ഉണ്ടാകണം. കാരണം ഇതെല്ലാം വയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നാഥനായി, ഞങ്ങൾക്ക് നേതാവായി ഇതാ ഒരാളെ ഉള്ളൂ, അത് പിണറായി വിജയനാണെന്ന് പെരുക്കി കാണിക്കണം. ഏകദേശം കേന്ദ്രത്തിൽ മോദി അത്തരത്തിലൊരു PR വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് ഇവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോദി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുട്ടികളുമായിട്ട് സംവാദിച്ചിരുന്നു. രാജ്യത്തുള്ള മികുത കുട്ടികളുമായിട്ട് പിന്നെ അവരുമായിട്ട് വലിയ സംബന്ധിച്ച വലിയൊരു പരിപാടി നടന്നു. അത് ലോക ശ്രദ്ധ നേടിയ പരിപാടിയാണ്. ഇപ്പം ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു ആഗ്രഹം, എനിക്കും അതുപോലെയൊക്കെ ആവണം, ഒന്ന് മോദിയെ പോലെയൊക്കെ ആവണമെന്നൊരാഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിന്നെ കുട്ടികളുമായിട്ട് സംവാദത്തിന്, ഒരു മുഖാമുഖത്തിന് പരിപാടി എടുക്കുന്നത്. കുട്ടികളല്ല, ബാക്കി എല്ലാവരുമായിട്ട്. പക്ഷേ കാശ് മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ പിന്നെ സ്പോൺസർ ചെയ്യണം. പിന്നെ പാർട്ടി സഖാക്കൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിരിച്ചോളണം, ആ പിരിച്ച് പുട്ടടിച്ചു കൊള്ളണം. എന്നിട്ട് പരിപാടി നേരെ നടത്തിയാൽ മതി. ബാക്കി കാശ് നിങ്ങൾ എന്ത് വേണോ ചെയ്യാം, നിങ്ങൾക്ക് പുട്ടടിക്കാം, ബാക്കി എന്ത് വേണോ ചെയ്യാം, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് കാണാൻ പോകുന്നത്. നോക്കുക, നമ്മുടെ സർക്കാർ പിന്നെ ചെലവിൽ സർക്കാരിൻ്റെ ഒരു വേദിയിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കാണിക്കാൻ പോകുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു മുഖ്യമന്ത്രിയുമായിട്ട് മുഖാമുഖം നടത്തുമ്പോൾ ഇത്ര വലിയ ഘോഷം വേണോ എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. മോദി കാണിക്കുന്നില്ലേ, പിന്നെ എനിക്കെന്ത് കാണിച്ചുകൂടാന്നൊരു ചോദിക്കും. മോദി എന്നത് മറ്റൊരു പിന്നെ ഒരു പ്രതിഭാസമാണ്. പിന്നെ നേതാവേ, താങ്കൾക്ക് അതിൻ്റെ
വാലിൻ്റെ അടുത്തെത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കുക. മോദിയുടെ പ്രസന്റേഷനും മോദിയുടെ അപ്രോച്ചും ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തെത്താൻ, അതിൻ്റെ വാലിലെത്താൻ താങ്കൾക്ക് കഴിയുമോ? എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ മോഹിക്കുന്നത്?